മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ മോർച്ചറിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകും. ഡോക്ടർമാരുടെയൊക്കെ ഒരു സാന്നിധ്യം, കാരണം ഫോറൻസിക് സർജൻ അടക്കം വരേണ്ടതുണ്ട്. അവരുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. നമുക്ക് ലഭ്യമാക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാവില്ല, മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. ഇതിനുശേഷം നാളെയായിരിക്കും വിശദമായ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകാവുന്ന വിവരം. മൃതദേഹം പുറത്തെടുക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല, കാരണം ഒരാഴ്ച തികഞ്ഞിട്ടില്ല മൃതദേഹം സംസ്കരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കും. അത്ര വലിയ ആഴത്തിലല്ല മൃതദേഹം ഉള്ളതും. അതുകൊണ്ട് വേഗത്തിൽ തന്നെ മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്കോ പോസ്റ്റ്മോർട്ടത്തിനോ അല്ലെങ്കിൽ മോർച്ചറിയിലേക്കോ മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും സോണിക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തേണ്ടത്. കാരണം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോണിയുടെ ചില സൗഹൃദങ്ങൾ, ചില ഇയാൾക്ക് ഒരു കടയാണുള്ളത്. ആ കടയിലെ ജീവനക്കാരി അടക്കമുള്ള ആളുകളുമായിട്ട് ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം ഭാര്യ പലപ്പോഴും ചോദ്യം ചെയ്തിരുന്നു. അത് പലപ്പോഴും കുടുംബ വഴക്കിലേക്കാണ് നയിച്ചതും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ മാസം 8-ാം തീയതിയും ഈ സോണിയുടെ മറ്റ് ബന്ധങ്ങളെ ചൊല്ലി സജിയും സോണിയും തമ്മിൽ വഴക്കുണ്ടായി. ആ തർക്കത്തിനിടെ സോണി സജിയെ ക്രൂരമായി മർദ്ദിച്ചു. ഈ മർദ്ദിക്കുന്നതിനിടയിൽ തല ഭിത്തിയിലേക്ക് പലതവണ ഇടിച്ചു. അതിനെ തുടർന്നാണ് ഇവർക്ക് ബോധം നഷ്ടമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പറഞ്ഞത് വീണ് തലയ്ക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവർ അബോധാവസ്ഥയിലായതുകൊണ്ട് ഇവരുടെ മൊഴി എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഡോക്ടർമാരുമൊന്നും ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ചികിത്സയിലിരിക്കെ അവർക്ക് വെന്റിലേറ്ററിലായിരുന്നു. തലയ്ക്കടക്കം 1-2 തവണ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വന്നതാണ്. അപ്പോഴാണ് ഒരാഴ്ച മുമ്പ് കടുത്ത ന്യൂമോണിയ ബാധ ഉണ്ടാവുകയും ഞായറാഴ്ച മരിക്കുകയും ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ തേടുക.